മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കരിങ്കൊടി പ്രതിഷേധം. എറണാകുളം മറൈൻ ഡ്രൈവിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെ പരിപാടിക്കിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. ചെല്ലാനം കണ്ണമാലി പ്രദേശത്തെ കടലേറ്റ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധമുണ്ടായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, അവിടെ ഈ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ കണ്ണമാലി ചെല്ലാനം മേഖലയിലൊക്കെ ആൾക്കാർ പ്രതിഷേധവുമായി റോഡ് ഉപരോധവുമായി ഒക്കെ രംഗത്ത് വരുന്നത് കണ്ടതാണ്. ആ സമയത്തെ പറഞ്ഞിരുന്നു, പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നില്ല എങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന് അവിടുത്തുകാർ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആ വിഷയം യൂത്ത് കോൺഗ്രസും ഏറ്റെടുക്കുകയാണോ രാഷ്ട്രീയമായി? അതോടൊപ്പം തന്നെ എന്താണെന്നിപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതോറിറ്റി ഓഫീസിൽ അമൃത് പദ്ധതിയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തിയത്. അദ്ദേഹം വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം അദ്ദേഹത്തിനെതിരെ കരിങ്കൊടിയുമായി എത്തിയത്. അവരുടെ ആവശ്യം ഈ ചെല്ലാനത്തല്ല കണ്ണമാലിൽ ഇത്രയേറെ വലിയ പ്രതിസന്ധികളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കടലാക്രമണ രൂക്ഷമായ ഘട്ടത്തിൽ മന്ത്രി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ്. മറ്റു നടപടികളൊന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 9 ദിവസമായി ഈ ചെല്ലാനത്തുള്ള ആളുകൾ അല്ലെങ്കിൽ കണ്ണമാലിലുള്ള ആളുകളൊക്കെ വലിയ ദുരിതത്തിലാണ്. ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. 7.5 കിലോമീറ്ററോളം ചെല്ലാനത്ത് ടെട്രോപോഡ് വിധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണമാലി ഭാഗത്ത് ഇതുവരെ ഇത്തരത്തിൽ ടെട്രോപോഡ് സ്ഥാപിക്കാൻ ആയിട്ടില്ല. അതാണ് ആ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം. അത് സർക്കാരും അതോടൊപ്പം തന്നെ വാട്ടർ ഇറിഗേഷൻ വകുപ്പും ഒക്കെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ അത് നിസ്സംഗത പുലർത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി ഉടനെ ഉണ്ടാവും കണ്ണമാലിയിൽ. കണ്ണമാലിയിലെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണമാലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും കൂടി നിലപാടിന്റെ ഭാഗമാണ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അക്കാര്യങ്ങളിലെല്ലാം നല്ല നിലപാട് സ്വീകരിച്ചൊരു സർക്കാരല്ലേ ഇത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണമാലിയിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അതും ചെല്ലാനം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ അതിരൂക്ഷമായ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ടെട്രോപോഡ് ഉപയോഗിച്ച് നടത്തിയൊരു നിർമ്മിതിയാണ് ചെല്ലാനം. അതിൽ 7.5 കിലോമീറ്ററോളം ദൂരം പൂർത്തീകരിച്ചു. ഇനി 3 കിലോമീറ്ററാണ് പൂർത്തീകരിക്കാനുള്ളത്. 2.5 കിലോമീറ്ററോളം ദൂരമാണ് പൂർത്തീകരിക്കാനുള്ളത്. അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ NCCR റിപ്പോർട്ട് കിട്ടി. ഇനി അതിന്റെ നടപടികളിലേക്ക് പോകും. കിട്ടി ഇനി അതിന്റെ സെക്കൻഡ് ഫേസ് നടപടികളിലേക്ക് പോകും. അതിനാവശ്യമായ സമയ സാഹചര്യം ആവശ്യമുള്ളൂ. അതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ നല്ല സന്തുഷ്ടരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. അത് പരിഹരിക്കപ്പെടാനായിട്ടുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. എല്ലാ രൂപതകളും സമരത്തിലായിരുന്നു. ആ രൂപതകളുടെയും ജനങ്ങളുടെയും എല്ലാം വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അത്രയും ദൂരം അവിടെ നിർമ്മിക്കുവാൻ ഗവൺമെന്റിന് പ്രചോദനമായതും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കലുമാണ്. ഇനിയും തീരാനുണ്ടെന്നുള്ള കാര്യം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതല്ലാതെ രൂപതയൊന്നും എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചു. അവിടെ കൂടി ഒരു യോഗത്തിലും മന്ത്രിനെയോ ഗവൺമെന്റിനെയോ മോശമായി ചിത്രീകരിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ആവശ്യം ഉന്നയിച്ചു. ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കുക എന്ന് പറയുന്നത് മര്യാദയാണല്ലോ. അവരുടെ ആവശ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു ധാരണയാണല്ലോ. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനുവേണ്ടി ചെയ്യലാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.